ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള വിപണിയിലെല്ലാം നഷ്ടമാണ്. മാത്രമല്ല വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇപ്പോഴും വിപണിയിൽ വിൽപ്പന തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോളതലത്തിൽ യു എസിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ള ഈ ഒരു വ്യാപാര യുദ്ധം, താരിഫ് യുദ്ധം ഇപ്പോഴും തുടരുന്നു എന്ന് വേണം കരുതാൻ. കുറച്ച് നാളുകൾ ഒരു നിശബ്ദമായിരുന്നെങ്കിലും വീണ്ടും അതും മറ്റ് രാജ്യങ്ങളെല്ലാം എല്ലാ രാജ്യങ്ങളിലേക്കും വേണ്ട രീതിയിലുള്ള താരിഫ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക തയ്യാറാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലേക്കുള്ള വാർത്ത വരുന്നത് വീണ്ടും ആ ഒരു ഭീതിയിലേക്ക് നീങ്ങുന്നുണ്ട്. അതുണ്ടാക്കിയ ഒരു അനിശ്ചിതത്വവും ആശങ്കയുമാണ് യു എസ് വിപണിയെ വലിയൊരു നഷ്ടത്തിലേക്ക് നീങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അവിടെ ഉണ്ടായേക്കാവുന്ന സമ്മർദ്ദങ്ങൾക്ക് അനുസരിച്ചൊരു വിൽപ്പന സമ്മർദ്ദം നമ്മുടെ വിപണിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. സാങ്കേതികമായും മുൻനിര സൂചികയുടെ 23,500, നിഫ്റ്റിയുടെ 23,500 എന്ന നിലവാരം വളരെ പ്രധാനമാണ്. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിരവധി വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളുടെ എന്തായാലും അവസാനിച്ചു കഴിഞ്ഞു. ഒട്ടുമിക്ക കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വന്നു കഴിഞ്ഞു. പ്രവർത്തന ഫലങ്ങൾക്ക് അനുകൂലമായി സ്വാധീനിക്കാൻ വിപണിയെ സ്വാധീനിക്കാനായിട്ടില്ല എന്ന് മാത്രമല്ല, റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗം കഴിഞ്ഞ ദിവസം നടക്കുകയും നിരക്ക് കുറയ്ക്കൽ ഉണ്ടാവുകയും ചെയ്തു. ആ തീരുമാനത്തിനും വിപണിയെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ടില്ല. 0.5% നിരക്കാണ് കുറച്ചത്. അത് 0.5% ഒരു പക്ഷേ വിപണിയെ അത് സ്വാധീനിച്ചേക്കാമായിരുന്നത്. എന്തായാലും അതിലും വിപണിയെ സ്വാധീനിക്കാനായില്ല. ഇനി എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയുടെ നീക്കം ആഗോള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് തന്നെ ആയിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുൻനിര സൂചികയായ നിഫ്റ്റിയുടെ നിലവാരം വളരെ പ്രധാനം തന്നെയാണ്. എന്തായാലും ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക.